ചിറ്റാരിക്കാൽ തോമാപുരത്ത് വെച്ച് ദിവ്യകാരുണ്യ കോൺഗ്രസിനോടനുബന്ധിച്ച് നടത്തുന്ന യുവജന സിംബോസിയം ഡേ 1 യൂടോക്ക് സംഘടിപ്പിച്ചു. ചടങ്ങിൽ ദിവ്യകാരുണ്യ കോൺഗ്രസ് ജനറൽ കൺവീനർ ഫാദർ മാണി വേൽവട്ടം സ്വാഗതം ആശംസിച്ചു. ഫാദർ മാത്യു എളന്തുരുത്തിപ്പടവിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഫാദർ അഗസ്റ്റിൻ പാംപ്ലാനി, ഫാദർ ജോയി പുതുപ്പറമ്പിൽ, ഫാദർ ജോജി കാക്കരമറ്റം, ഫാദർ ഫിലിപ്പ് കവിയിൽ, അഡ്വക്കേറ്റ് സിസ്റ്റർ ജോസിയ SD എന്നിവർ പ്രസംഗിച്ചു. ഫാദർ അഖിൽ മുക്കിഴി നന്ദി അർപ്പിച്ച് സംസാരിച്ചു. യൂത്ത് തന്നെ വരണം, ഈ സിംബോസിയത്തിലേക്ക് വരണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. ഏറെക്കുറെ അത് സംഭവിച്ചിട്ടുണ്ടാവും. പിന്നെ വൈദികനോട് നമ്മൾ പറഞ്ഞത് കാമ്പും കഴമ്പും ഉള്ള യുവജനങ്ങളെ വിട്ടാൽ ഈ യുവജനത്തിൽ നിന്ന് ഒരു റിസോഴ്സ് ടീമിനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമുക്ക്. അതായത് നിങ്ങൾക്ക് ഫോളോ അപ്പ് ട്രെയിനിങ്ങുകൾ വരും. ഞാൻ പറയുകയാണ്, ചോര പൊടിഞ്ഞും സഭയോട് ചേർന്ന് നിൽക്കാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും ഈ യുവജന സിംബോസിയത്തിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കൈകാര്യം കൊടുത്തു. ചോര അഭിയന്ത പിതാവായിരുന്നു ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത്. പിതാവിന് അത്യാവശ്യമായിട്ട് എറണാകുളത്ത് പോകേണ്ടതായി വന്നതുകൊണ്ടാണ് ഈ വിധത്തിന് ഈ പ്രോഗ്രാം ഇപ്പോൾ ക്രമീകരിക്കപ്പെടുക. പ്രാരംഭത്തിന് പ്രിയപ്പെട്ട മാണിയച്ചൻ സൂചിപ്പിച്ചതുപോലെ ഈ കാലഘട്ടത്തിന്റെ ഒരനിവാര്യതയാണ് ഇതുപോലെയുള്ള സംവാദങ്ങളെന്ന് ഞാൻ വിചാരിക്കുകയാണ്. പ്രിയപ്പെട്ട മാണിയച്ചന്റെ നേതൃത്വത്തില് തലശ്ശേരി അതിരൂപതയുടെ ചരിത്ര താളുകളിൽ ആലേഖനം ചെയ്യപ്പെടുന്ന ദിവ്യകാരുണ്യ കോൺഗ്രസിനോടനുബന്ധിച്ചുള്ള കൺവെൻഷൻ ഇന്നലെ ആരംഭിച്ചു. മാണിച്ചൻ ടീം അംഗങ്ങള് വളരെ മനോഹരമായിട്ട് എല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് ക്രമീകരിച്ചുകൊണ്ട് ദൈവാനുഗ്രഹത്തിന്റെ വലിയ ഒരു അഭിഷേകം ഇന്നലെ വന്ന എല്ലാവർക്കും ലഭിക്കുകയുണ്ടായി. പ്രത്യേകിച്ച് മാണിച്ചന്റെ സംഘടനാ പാഠവും ദീർഘവീക്ഷണവും ഒക്കെ ഇതിന്റെ പിന്നിലുണ്ട് എന്ന് വായിച്ചെടുക്കാനായി ശ്രമിക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുക, ഇതുപോലെയുള്ള സിംബോസിയം, ഈ സിംബോസിയത്തെ കുറിച്ച് കേട്ടപ്പോൾ പഴയ മനസ്സിൽ ഒരല്പം ഉത്കണ്ഠയുണ്ടായി. കാരണം എന്തിനാണ് ഈ ദിവ്യകാരുണ്യ കോൺഗ്രസിനോടനുബന്ധിച്ച് ഇതുപോലെയുള്ള യുവജന സിംബോസിയം നടത്തേണ്ടതെന്ന് പല വൈദികരും പലരും ചിന്തിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പക്ഷെ ഈ കാലഘട്ടത്തിന്റെ ശബ്ദമാകേണ്ട യുവജനങ്ങളെ ചേർത്തുപിടിക്കണമെങ്കിൽ, ചേർന്ന് പ്രവർത്തിക്കണമെങ്കിൽ മനസ്സിൽ നങ്കൂരമിട്ടിരിക്കുന്ന ചിന്തകൾക്ക് ഉത്തരം ലഭിക്കേണ്ടതായിട്ടുണ്ട്. ആ ഉത്തരവുമായിട്ടാണ് യഥാർത്ഥത്തില് ഇവിടെയുള്ള പ്രഗത്ഭരായ വ്യക്തികള് നിങ്ങളുടെ മുമ്പിൽ ഉപവിഷ്ടരായിരിക്കുക. ഉത്തരങ്ങൾ പൂർണ്ണമായും തൃപ്തികരമാകണമെന്നല്ല പറഞ്ഞു വെക്കുക. ചോദ്യങ്ങളിലൂടെ കൂടുതൽ ഉത്തരങ്ങളിലേക്ക് പ്രവേശിക്കാനായിട്ട് ഇതുപോലുള്ള സംവാദങ്ങൾ സാധിക്കുമെന്ന് ഞാൻ വിചാരപ്പെടുകയാണ്. മാണിച്ചൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയുണ്ട്. അതായത് തലശ്ശേരി അതിരൂപതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളാണ് എന്റെ മുമ്പിലിരിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങളുടെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. വിലയുള്ളവരാണ്, വിലപ്പെട്ടവരാണ്. തീർച്ചയായിട്ടും ഈ വിലപ്പെട്ട മണിക്കൂറുകളെ കൂടുതൽ മൂല്യമുള്ളതാക്കാൻ നിങ്ങളുടെ ആശയങ്ങൾ ചേർത്തുപിടിക്കുമ്പോൾ കൂടുതൽ കൺക്ലൂഷനിലേക്ക് എത്തുവാൻ സാധിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു വെച്ചതുപോലെ യുക്തിയും വിശ്വാസവും സമാധമായിട്ട് ഞാൻ അഭിനന്ദനപൂർവ്വം ഓർക്കുകയും ഈ നിമിഷങ്ങൾ ആരംഭിച്ച നിമിഷം മുതൽ ഇതിന്റെ എല്ലാവിധ ഫലങ്ങളും നിങ്ങൾക്ക് ദൈവം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അതായത് ബുദ്ധിയുടെ തലമുണ്ട്, യുക്തിയുടെ തലമുണ്ട്, ഒപ്പം വിശ്വാസത്തിന്റെ തലമുണ്ട്. അതിലൂടെ നിങ്ങൾ കൂടുതൽ ശക്തരായിട്ട് തീരാൻ പോവുകയാണ്. വിശ്വാസ മേഖലയെ വിശകലനം ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്, യുക്തിയുടെ മേഖലകളെ വിശകലനം ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ ചിന്തകള്, കാഴ്ചപ്പാടുകൾ, ഉത്തരം ലഭിക്കേണ്ട കുറെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലുണ്ടാകാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വെച്ചത്, യഥാർത്ഥത്തില് യുക്തിയിലൂടെയും വിശ്വാസത്തിലൂടെയും കൂടുതൽ പവറുള്ള വ്യക്തികളായിട്ട്
നിങ്ങൾ മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് വിലപ്പെട്ട വ്യക്തികളുടെ സമയം ഞാൻ അപഹരിക്കുന്നില്ല. വിലപ്പെട്ട ചിന്തകൾ നിങ്ങൾക്ക് പകർന്നു തരുമ്പോൾ അതിനെ കൂടുതൽ ശോഭയുള്ളതാക്കാൻ നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ സംശയങ്ങളും മുന്നോട്ട് വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനെല്ലാവിധ ദൈവാനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ട് ഈ യൂടോക്ക് പ്രോഗ്രാം പിന്നെ പിതാക്കന്മാരുടെയും ഇവിടെയുള്ള എല്ലാ വിശിഷ്ട വ്യക്തികളുടെയും അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടെ ഞാൻ ഉദ്ഘാടനം പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൺവെൻഷനും ദിവ്യകാരുണ്യ കോൺഗ്രസും ഒക്കെ ആയിട്ട് ആഘോഷപൂർവ്വം ഇവിടെ ആയിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തലശ്ശേരി അതിരൂപതയുടെ ചരിത്രത്തില് ആദ്യമായിട്ടാണ് ഒരു ദിവ്യകാരുണ്യ കോൺഗ്രസ് സംഘടിപ്പിക്കപ്പെടുന്നത്. അതിന് ഇവിടെ നിങ്ങളോടൊപ്പം ഇവിടെ ആയിരിക്കാൻ സാധിച്ചത് ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ഇന്ന് ഇവിടെ ഈ കാണുന്ന ഈ സംവിധാനങ്ങൾ, ഈ ഒരുക്കങ്ങളുടെ പിന്നിലൊക്കെ ഇവിടുത്തെ യുവജനങ്ങളുടെയും അതുപോലെ ഇവിടുത്തെ ഇടവക സമൂഹത്തിന്റെയും ഒത്തിരിയേറെ കഷ്ടപ്പാടുകൾ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഇങ്ങനെ കണ്ടു. ദൈവാനുഗ്രഹപ്രദമായ ഒരു ദിവസത്തിലാണ് നമ്മള് ഈ തോമാപുരത്തിന്റെ മണ്ണിൽ തലശ്ശേരി അതിരൂപതയുടെ ദിവ്യകാരുണ്യ കോൺഗ്രസിനോടനുബന്ധിച്ച് യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള സിംബോസിയത്തിലായിരിക്കുന്നത്. ചെറുപുഴയുടെ ഹൃദയ കവാടത്തിൽ ലോകപ്രശസ്ത കമ്പനികളുടെ നിരവധി മോഡലുകളിലുള്ള ഫോണുകളുമായി സിഎം മൊബൈൽ സെയിൽസ് ആൻഡ് സർവീസസ്, മേലെ ബസാർ, ചെറുപുഴ. ഞങ്ങളുടെ സേവനങ്ങൾ: ബാറ്ററി റീപ്ലേസ്മെന്റ്, ഡിസ്പ്ലേ റീപ്ലേസ്മെന്റ്, വാട്ടർ ഡാമേജ്, ചാർജർ പോർട്ട് റിപ്പയർ, പവർ ബട്ടൺ റിപ്പയർ, മൈക്ക് റീപ്ലേസ്മെന്റ്, ഡാറ്റ ബാക്കപ്പ്, ടാബ് റിപ്പയർ, സ്പീക്കർ റീപ്ലേസ്മെന്റ്, ക്യാമറ റിപ്പയർ, സോഫ്റ്റ്വെയർ ആൻഡ് അൺലോക്കിംഗ്, CPU EMMC ഫിക്സിംഗ്, ഒറിജിനൽ ഡിസ്പ്ലേ മാറാതെ തന്നെ ഗ്ലാസുകൾ മാത്രം മാറ്റിക്കൊടുക്കുന്നു. സിഎം മൊബൈൽസ് സെയിൽസ് ആൻഡ് സർവീസസ്, ചെറുപുഴ. ഫോൺ 9846 127 155.